ലോഗോസ് ക്വിസ് 2025 വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 32. 4-ാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ? ഉത്തരം: ഐക്യത്തിന് ആഹ്വാനം, കൃപാവരങ്ങളുടെ വൈവിധ്യം, ക്രിസ്തുവിൽ നവജീവിതം. പൗലോസ്ലീഹ തടവുകാരനായി തീർന്നത് ആർക്കു വേണ്ടിയാണ്? ഉത്തരം: കർത്താവിന് വേണ്ടി. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന സ്ലീഹ എങ്ങനെയുള്ള ജീവിതം നയിക്കുവാനാണ് നമ്മോട് അപേക്ഷിക്കുന്നത്? ഉത്തരം: നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കേണ്ടത് എപ്രകാരമാണെന്നാണ് സ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നത്? ഉത്തരം: പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ. ഏത് കാര്യത്തിലാണ് നാം ജാഗരൂകരായിരിക്കേണ്ടത്? ഉത്തരം: സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ. ഒരേ പ്രത്യാശയിൽ വിളിക്കപ്പെട്ട വിശ്വാസികൾക്കുള്ളതായി എഫേസോസ് 4-ാം അധ്യായം 4-5 വാക്യങ്ങളിലൂടെ വിശുദ്ധ പൗലോസ് വ്യക്തമാക്കുന്നത് എന്താണ്? ഉത്തരം: ഒരു ശരീരം, ഒരു ആത്മാവ്, ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു ജ്ഞാനസ്നാനം. ഒരുവൻ മാത്രമായ നമ്മുടെയെല്ലാം പിതാവായ ദൈവത്തിന് നൽകുന്ന വിശേഷണം എന്ത്? ഉത്തരം: സകലതിലുമുപരിയും സകലതിലൂടെയും സകലതിലും വർത്തിക്കുന്നവൻ. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്ത്? ഉത്തരം: കൃപ. ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ കൂടെ കൊണ്ടുപോയത് ആരെയാണ്? ഉത്തരം: അസംഖ്യം തടവുകാരെ. ക്രിസ്തു മനുഷ്യർക്ക് നൽകിയത് എന്താണെന്നാണ് സ്ലീഹ രേഖപ്പെടുത്തുന്നത്? ഉത്തരം: ദാനങ്ങൾ. ക്രിസ്തു ആരോഹണം ചെയ്തു വന്നതിൻ്റെ അർത്ഥം അവിടുന്ന് എവിടേക്ക് ഇറങ്ങി എന്നാണ്? ഉത്തരം: ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയ ക്രിസ്തു എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി. അവിടുന്ന് ചിലർക്ക് ആരൊക്കെയായി മാറാനുള്ള വരമാണ് നൽകിയത്? ഉത്തരം: അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും ആകാൻ. ക്രിസ്തു ചിലർക്ക് മാറാനുള്ള വരം നൽകിയത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: 1. വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിന്. 2. ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിന്. 3. ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിന്. എല്ലാവരും എത്തിച്ചേരണമെന്ന് സ്ലീഹ ആഗ്രഹിക്കുന്നത് എന്തിലേക്കാണ്? ഉത്തരം: വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും. വിശുദ്ധരെ പരിപൂർണരാക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്ന ശുശ്രൂഷയുടെ ജോലി ഏതുവരെ തുടരേണ്ടിയിരിക്കുന്നുവെന്നാണ് സ്ലീഹ വിലയിരുത്തുന്നത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ. നമ്മെ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്നതെന്താണ്? ഉത്തരം: വക്രതയാർന്ന ഉപദേശങ്ങൾ. വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽപ്പെട്ട് നാം ആരായി മാറരുത് എന്നാണ് സ്ലീഹ ഉപദേശിക്കുന്നത്? ഉത്തരം: ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നത് എപ്രകാരമായിട്ടാണെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക്. ആര് വഴിയാണ് ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നത്? ഉത്തരം: ക്രിസ്തു വഴി. നിങ്ങൾ ഇനിയൊരിക്കലും ആരെപ്പോലെ ജീവിക്കരുത് എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ. വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നതിന് കാരണമെന്ത്?
ഉത്തരം, ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. വ്യർത്ഥചിന്തയിൽ കഴിയുന്ന, ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ വിജാതീയർ മനസ്സു മരവിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ചത് എന്തിനാണ്? ഉത്തരം, ഭോഗാസക്തിക്ക്. വ്യർത്ഥചിന്തയിൽ കഴിയുന്ന, ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച വിജാതീയർ ആവേശത്തോടെ മുഴുകിയതെന്തിലാണ്? ഉത്തരം, എല്ലാത്തരം അശുദ്ധികളിലും. എഫേസോസുകാർ ആരെക്കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ ആര് അവരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, യേശു. പൗലോസ് ശ്ലീഹ ദൂരെ എറിയാൻ ആവശ്യപ്പെടുന്നത് എന്താണ്? ഉത്തരം, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ. നവീകരിക്കപ്പെടേണ്ടത് എപ്രകാരമാണ് എന്നാണ് ശ്ലീഹ രേഖപ്പെടുത്തുന്നത്? ഉത്തരം, മനസ്സിൻ്റെ ചൈതന്യത്തിൽ. എങ്ങനെയുള്ള പുതിയ മനുഷ്യനെ ധരിക്കാനാണ് ശ്ലീഹ ഉപദേശിക്കുന്നത്? ഉത്തരം, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാൻ ഉപദേശിക്കുന്ന ശ്ലീഹ വെടിയാൻ നിർദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം, വ്യാജം. വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് എന്ത് സംസാരിക്കണമെന്നാണ് പൗലോസ് ഉപദേശിക്കുന്നത്? ഉത്തരം, സത്യം. വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണമെന്ന് ശ്ലീഹ ആവശ്യപ്പെടുന്നതിനുള്ള കാരണമെന്താണ്? ഉത്തരം, നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളായതിനാൽ. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുതെന്ന് ആവശ്യപ്പെടുന്ന ശ്ലീഹ നമ്മുടെ കോപം എപ്പോൾ വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് ഓർമ്മിപ്പിക്കുക? ഉത്തരം, സൂര്യൻ അസ്തമിക്കുന്നതുവരെ. നാം ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് ശ്ലീഹ മുന്നറിയിപ്പ് നൽകുന്നത്? ഉത്തരം, സാത്താന്. മോഷ്ടാക്കളോട് ശ്ലീഹ കൽപ്പിക്കുന്നത് എന്താണ്? ഉത്തരം, മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം, അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ എന്ന് ശ്ലീഹ പറയുന്നത് എന്താണ്? ഉത്തരം, തിന്മയുടെ വാക്കുകൾ. കേൾവിക്കാർക്ക് എന്ത് പ്രദാനം ചെയ്യുന്നതിനായിട്ടാണ് അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കേണ്ടത്? ഉത്തരം, ആത്മീയ ചൈതന്യം. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മെ മുദ്രിതരാക്കിയത് ആര്? ഉത്തരം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ശ്ലീഹ ആവശ്യപ്പെടുന്നത് എന്താണ്? ഉത്തരം, സകല വിദ്വേഷവും ശോഭവും ക്രോധവും അട്ടഹാസവും ഭൂഷണവും. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യേണ്ടത് എന്താണ്? ഉത്തരം, നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നാം പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും എപ്രകാരം പെരുമാറണമെന്നാണ് ശ്ലീഹ ഉപദേശിക്കുന്നത്? ഉത്തരം, ഹൃദയാർദ്രതയോടെ.